2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നതാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ആവാസ വ്യവസ്ഥയിലും വന്യജീവികളിലും മനുഷ്യന്റെ ആരോഗ്യത്തിലും ചെലുത്തുന്ന ദോഷകരമായ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. നാം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളിൽ ഏറ്റവും അപകടകാരി എന്നത് മൈക്രോ പ്ലാസ്റ്റിക് ആണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പേസ്റ്റ് എന്നിവയിലെല്ലാം മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം കാണപ്പെടുന്നു. ഇവ ഉപയോഗിക്കുന്നത് വഴി മൈക്രോ പ്ലാസ്റ്റിക് മനുഷ്യ ശരീരത്തിൽ കടന്നു ചെന്ന് പിത്താശയത്തിൽ കല്ല് രൂപപ്പെടാൻ കാരണമാകുന്നു. കൂടാതെ പോളിസ്റ്റർ തുണികൾ അലക്കുമ്പോൾ മൈക്രോ പ്ലാസ്റ്റിക് ജലാശയത്തിലേക്കും പരിസ്ഥിതിയിലേക്കും കലരുന്നു. എന്തിനേറെ പറയണം, പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യമില്ലാത്ത ഒരിടവും ഭൂമിയിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് ചുരുക്കത്തിൽ പറയാം. മുലപ്പാലിലും കുട്ടികളുടെ തലച്ചോറിലും വരെ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറച്ചാൽ ഒരു പരിധിവരെ നമുക്ക് പ്ലാസ്റ്റിക് മലിനീകരണത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇതിനായി റെഡ്യൂസ്, റെഫ്യൂസ്, റീസൈക്കിൾ ആൻഡ് റീയൂസ് എന്നീ 4 രീതികൾ അവലംബിച്ചുകൊണ്ട് നമുക്ക് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയാം. SUP അഥവാ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഒഴിവാക്കുക, നിയമ നടപടികൾ ശക്തമാക്കുക, ജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിക്കുക. പ്ലാസ്റ്റിക് ഒഴിച്ചുകൂടാനാകാത്ത ഇടങ്ങളിൽ വിവേചന ബുദ്ധിയോടുകൂടി പ്ലാസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയാം. നന്ദി. ഓരോ വിത്തുമൊരു നന്മയാണ്. ഓരോ